മലപ്പുറം തേഞ്ഞിപ്പലം പോക്സോ കേസിലെ പ്രതികളെ വെറുതെ വിട്ടു. ജീവനൊടുക്കിയ അതിജീവിതയുടെ ബന്ധുക്കളായ 2 പ്രതികളെയാണ് വെറുതെ വിട്ടത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയെന്ന് കുട്ടിയുടെ മാതാവ് ആരോപിച്ചിരുന്നു. 2017 പീഡനത്തിനിരയായ പെൺകുട്ടി 2022 ആത്മഹത്യ ചെയ്തതോടെയാണ് തേഞ്ഞിപ്പലം പോക്സോ കേസ് വിവാദത്തിലായത്. വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ ഇര ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ഇരയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മോശം പെരുമാറ്റമാണ് ഈ ഇര ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നുള്ളതാണ്. ഇത് പരാതിയായി തന്നെ ഈ ഇരയുടെ കുടുംബം പോലീസിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഈ കുട്ടിയുടെ ഈ ഇരയുടെ മാതാവിനെ വിചാരണ ചെയ്യാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ വിചാരണ നടന്നിട്ടില്ല. അവർക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ മാതാവിനെ വിചാരണ ചെയ്യാതെ കുട്ടിയുടെ ഒരു അനിയനുണ്ട്, ആ അനിയനെയും വിചാരണ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഇതിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. 2 പ്രതികളെയും വെറുതെ വിട്ടു എന്ന കാര്യം ഇന്നലെ രാത്രിയോടുകൂടിയാണ് സന്നദ്ധ സംഘടനയായ ദിശയുടെ അംഗങ്ങൾ ഈ കുട്ടിയുടെ മാതാവിനെ ഈ പ്രതികളെ വെറുതെ വിട്ടു എന്ന വിവരം അറിയിക്കുന്നത്. നമ്മളിപ്പോൾ APPയുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഈ കേസിൽ പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇര മരണപ്പെട്ടപ്പോൾ ഇരയെ വിചാരണ ചെയ്യാനോ ഇരയുടെ മൊഴിയെടുക്കാനോ കോടതിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷികളുമൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരയുടെ മൊഴിയുടെ അഭാവത്തിലാണിപ്പോൾ കേസ് വെറുതെ വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്.